ഞങ്ങളുടെ വീടിനടുത്തുണ്ടായ ഒരു സംഭവം പറയാം. അവിടെ ഒരു ഗൾഫുകാരന്റെ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ അയാളുടെ വയസ്സായ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ് താമസിക്കുന്നത്. ഒരു ദിവസം അയാളുടെ ഭാര്യ എങ്ങോട്ടോ പോകുന്നതിന് വേണ്ടി റെഡിയായി അവരുടെ വീടിന്റെ ഗേറ്റിനടുത്ത് വന്നു. അവർ വളരെ അക്ഷമയോടുകൂടി കാണപ്പെട്ടു. ഇടയ്ക്കിടെ കയ്യിലെ വാച്ചിൽ നോക്കുന്നുണ്ടായിരുന്നു, മൊബൈൽ ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ പയ്യൻ അവരുടെ വീട്ടിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്നു നിന്നു. ആ വീട്ടമ്മ ആ ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു. ഈ കഥയിലെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ പയ്യന്റെ മനസ്സിൽ ഒരു തീമുണ്ടാവും. അവനെഴുതി, ഗൾഫുകാരന്റെ ഭാര്യ 17കാരനോടൊപ്പം ഒളിച്ചോടി. എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ തിരഞ്ഞ് ആ പാവം വീട്ടമ്മയുടെ ഫോട്ടോ എടുക്കുന്നു. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയും അവൻ എടുക്കുന്നു. ഏത് തരത്തിലുള്ള ഫോട്ടോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ നമ്മളെല്ലാം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് ആ പയ്യന്റെ ജോലി എളുപ്പമാക്കി. അവൻ ഒരു കാര്യം കൂടി ചെയ്തു. ഏതോ ഒരു തല്ലുകൊണ്ട ചെറുപ്പക്കാരന്റെ ഫോട്ടോ എടുത്ത് ഗൾഫുകാരന്റെ ഭാര്യയെ ചാടിച്ച ചെറുപ്പക്കാരൻ പിടിയിൽ എന്നെഴുതി ആ തല്ലുകൊണ്ട പയ്യന്റെ ഫോട്ടോയും അതിനടിയിൽ ചേർത്തു. അതാണ് ഈ വാർത്തയെ ഇത്രയേറെ ജനപ്രിയമാക്കിയത്. എന്നിട്ട് അത് അവൻ അങ്ങ് ഷെയർ ചെയ്തു അവന്റെ ഫേസ്ബുക്ക് പേജിൽ. അത് കണ്ട എല്ലാ പാണനും പറയനും നായരും നസ്രാണിയും നമ്പൂതിരിയും കാക്കാന്മാരും കണ്ണുമടച്ച് അതങ്ങ് ഷെയർ ചെയ്തു, ലൈക്കും കൊടുത്തു. അക്കാര്യത്തിൽ യാതൊരുവിധ ജാതി മത വർഗീയ പണ്ഡിത പാമര ധനിക ദരിദ്ര വ്യത്യാസവും ഉണ്ടായില്ല. ഇന്നും ഇപ്പോഴും ആ കള്ളക്കഥ ജനങ്ങൾ ഷെയർ ചെയ്യുന്നു, ലൈക്കും അടിക്കുന്നു. അന്യന്റെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നവർ അത് കൊണ്ടാടുന്നു. ഇവരാരും അറിഞ്ഞില്ല ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു, ആ ഗൾഫുകാരൻ എന്ത് സംഭവിച്ചു, ആ വീട്ടമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, ആ വയസ്സായ മാതാപിതാക്കൾക്ക്, ആ മക്കൾക്ക് എല്ലാം എന്ത് സംഭവിച്ചു എന്നാരും അറിഞ്ഞില്ല, അറിയിച്ചില്ല, അറിയുന്നുമില്ല, അറിയാനായിട്ട് ശ്രമിക്കുന്നുമില്ല, അറിയാനായിട്ട് ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഞാനതൊട്ട് പറയുന്നുമില്ല. ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. അന്യന്റെ നെഗറ്റീവ്സ് കാണാൻ ഇഷ്ടപ്പെടുന്ന, അത്തരം വാർത്തകൾക്ക് ലൈക്കടിക്കുന്ന, അത്തരം വാർത്തകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്ന നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. നമ്മുടെ വിരൽത്തുമ്പിനാൽ ഇനിയൊരു കൂട്ടാത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള നെഗറ്റീവ് പോസ്റ്റുകൾ കാണുമ്പോൾ ഉടനെ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. ഒരു കാരണവശാലും അതിന് ലൈക്ക് അടിക്കാതിരിക്കുക. നമ്മുടെ സുഹൃത്തുക്കളുമായി അത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കാതിരിക്കുക. നെഗറ്റീവ് പോസ്റ്റുകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇത് തന്നെയാണ് ലോക ആരംഭം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ഇനി അതുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും, മൂന്നാമതൊരാളോട് പറയാതിരിക്കുക. കുറ്റം ചെയ്തവന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയായിരിക്കും ആ കുറ്റം പറഞ്ഞു നടക്കുന്നവനും ലഭിക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഒരു ഷെയർ കൊണ്ട് അത് എത്ര പേരിലേക്ക് എത്തിയോ അത്രയും ഇരട്ടി പാപഭാരമായിരിക്കും നമ്മുടെ ചുമലുകളിൽ നാം ചുമക്കേണ്ടി വരിക. അവിടെയും തീരില്ല. ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മരണത്തിന് ശേഷവും അത്രയും പാപഭാരം സ്വന്തം ചുമലിൽ ചുമക്കണോ? ചിന്തിക്കുക കൂട്ടുകാരാ. ഇനിയും അത്തരം പോസ്റ്റുകൾ അയച്ചു തരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർ ബുദ്ധിയുള്ളവരാണെങ്കിൽ പിന്നീട് അത് ചെയ്യില്ല. നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകനാഥനായ തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാരിസ് രാജ്.